സർ, നമ്മൾക്കറിയാം നമ്മുടെ അതിർത്തി രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഇങ്ങനെ പട്ടാള ഭരണം ഉപയോഗിച്ചിട്ടാണെങ്കിലും മറ്റേതൊരു തരത്തിൽ അട്ടിമറി നടത്തിയിട്ടാണെങ്കിലും പിടിച്ചെടുക്കുക വഴി നമ്മൾക്ക് വരുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട്. കാരണം നമ്മുടെ എന്താ പറയാ, നമ്മുടെ നാട്ടിലെ ആളുകൾ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ വിചാരം അത് ആ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന ഒരു കേസാണ്, എന്തിനാണ് അതിൽ നമ്മൾ ഇടപെടുന്നത്, അവിടുത്തെ ഹിന്ദുക്കൾ അവരെ കൊല്ലുന്നുണ്ടെങ്കിൽ അവര് നാട്ടുകാരാണ്, എന്തിനാണ് നമ്മൾ ഇടപെടുന്നത് എന്ന് വളരെ ലാളിത്യ ബോധത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഈ ബംഗ്ലാദേശ് ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും പാകിസ്ഥാൻ ആയാലും ഇത്തരം രാജ്യങ്ങളിലൂടെ വരാനുള്ള ഭീഷണികൾ എന്തൊക്കെയാണ്, അത് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാവാൻ വേണ്ടി? കാരണം നമ്മുടെ ആളുകൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുക അത് അതാത് രാജ്യങ്ങൾക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണ് നമ്മളെ കൂടി അത് ബാധിക്കുക സർ? അതായത് നല്ല ഒരു വേനൽക്കാലം സങ്കല്പിക്കുക. നമുക്കൊരു തോട്ടമുണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മുടെ വീടിന് ചുറ്റും ഒരു തോട്ടമുണ്ട്. നമ്മുടെ തോട്ടത്തിന് അപ്പുറത്തൊരു അതിർത്തിയുണ്ട്. ആ അതിർത്തിക്ക് അപ്പുറം വേറെ തോട്ടങ്ങളുണ്ട്. നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തുള്ള തോട്ടത്തിന് തീ പിടിച്ചാൽ തീർച്ചയായിട്ടും ആ തീ നമ്മുടെ തോട്ടത്തിലേക്ക് പടരും. അതിനെ നമുക്ക് യാതൊരു രീതിയിലും പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയും ഫയർ ബെൽറ്റ് ഉണ്ട്, നമ്മൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ കാട്ടുതീ പടരുന്നത് എങ്ങനെയെന്നാൽ ആകാശത്തൂടെയാണ്. ഞാൻ കാട്ടുതീയിലൊക്കെ പെട്ടിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്, അങ്ങേയറ്റത്ത് കത്തുന്ന തീ ആകാശത്തേക്ക് ഉയർന്ന് പറന്നു വന്നിട്ട് നമ്മുടെ വീടിന്റെയോ അല്ലെങ്കിൽ പറമ്പിന്റെയോ കൃഷിയുടെയോ മുകളിൽ വീണാൽ അവിടെ കത്തും. ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന കലാപം ഭാരതത്തെ നേരിട്ട് ബാധിക്കും. അതായത് ബംഗ്ലാദേശില് 33% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അതായത് 47. പക്ഷെ ഇന്ന് ആ 33% ഉണ്ടായിരുന്ന ഹിന്ദു കേവലം 7% കുറഞ്ഞു. ബാക്കിയുള്ളവർ മരിച്ചു പോയതൊന്നല്ല, ഒന്നെങ്കിൽ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ മതം മാറ്റി. ഇപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാര് അവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്നു. ആ ലക്ഷക്കണക്കിന് ഹിന്ദു വീടുകൾ നശിപ്പിക്കുന്നു, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു, ആൾക്കാരെ കൊന്ന് പരസ്യമായിട്ട് കെട്ടിത്തൂക്കുന്നു. അപ്പോൾ ഹിന്ദു വംശഹത്യ, കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആർക്കും പ്രതിഷേധമൊന്നുമില്ലല്ലോ. ഇവിടെ ആർക്കും മെഴുകുതിരിയും കത്തിക്കണ്ട, പ്രകടനം നടത്തണ്ട, സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് നടന്നവന്മാർക്ക് ഈ സംഭവം കണ്ടതായിട്ട് പോലും തോന്നുന്നില്ല. കാരണം ഇവിടെ ചത്തു വീഴുന്നതും ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുവാ. അവൻ ചത്തോട്ടെ, അവൻ ഹിന്ദു അല്ലേ. മുസ്ലിമിനെ തൊടുമ്പോൾ മാത്രമേ ഇവിടെ മതേതരത്വം വ്രണപ്പെടുകയുള്ളൂ. ഏതായാലും അവിടെ നിന്ന് അതിർത്തി കടന്ന് ധാരാളം പേര് ഭാരതത്തിലേക്ക് പലായനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ആൾക്കാര് മുഴുവൻ ഹിന്ദുക്കളല്ല. അതിനകത്ത് റോഹിംഗ്യൻ മുസ്ലിം കാണും, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭടന്മാര് കാണും, വിധ്വംസക ശക്തികൾ കാണും. ഇവരൊക്കെ തന്നെ അഭയാർത്ഥികളായിട്ട് ഭാരതത്തിലേക്ക് വരുമ്പോ ഇവരൊക്കെ ഹിന്ദുക്കളാണോ അല്ലയോ എന്ന് നമുക്ക് വേർതിരിച്ച് നോക്കാൻ പറ്റില്ല. ഇത് ഭാരതത്തിന്റെ അകത്തേക്ക് കടന്നു വന്ന് ഇവിടെയും വിധ്വംസക പ്രവർത്തനങ്ങൾ തുടങ്ങും. ഇതാണ് പ്രത്യക്ഷമായിട്ട് നമുക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന മുഹമ്മദ് യൂനൂസിന്റെ പാവ ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെയും അവരുടെ കൂടെയുള്ള രാജ്യങ്ങളും ഈ ബംഗ്ലാദേശിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കും. അങ്ങനെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിന്റെ അകത്ത് കയറി കിടക്കുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കണം ഈ ബംഗ്ലാദേശ്. പാകിസ്ഥാൻ അങ്ങനെയല്ല, ഒരരികിലാണ് കിടക്കുന്നത്. ഇതങ്ങനെയല്ല. ഇതിന്റെ 3 വശവും സമുദ്രവും കൂടി കൂട്ടിയ 4 വശവും ഭാരതം. അപ്പൊ ഭാരതത്തിന്റെ ഭൂപ്രകൃതിക്ക് ഉള്ളില് കിടക്കുന്ന ഒരു രാജ്യത്ത് അമേരിക്ക അടക്കമുള്ള ഇന്ത്യ വിരുദ്ധര് സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവിടെ ഇരുന്നു കൊണ്ട് ഭാരതത്തെ ആക്രമിക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. ഇതാണ് അമേരിക്ക വെക്കുന്ന ലക്ഷ്യവും. അതുകൊണ്ട് ബംഗ്ലാദേശ് ദുർബലമാവുകയും അവിടുത്തെ ഭരണകൂടം കീഴടങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിന്റെ ഭൂപ്രകൃതിക്കകത്ത് വിദേശ ശക്തികൾ, ശത്രു രാജ്യങ്ങൾ താവളമുറപ്പിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും ലളിതമായ ഭീഷണി. സർ, നമ്മൾക്കറിയാം ഇവിടെ നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് സൂചിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ ചർച്ച പൂർണ്ണമാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾക്കറിയാം, ഇപ്പൊ ബംഗ്ലാദേശ് ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും പാകിസ്ഥാൻ ആയാലും അവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ, അതിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക. ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു 33% 1947 വിഭജന സമയത്തുള്ള സമയത്ത് ഇന്നിപ്പോൾ അവിടെ 7% ഹിന്ദുസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഈ 26% എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പൗരത്വ
പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ സഹോദരന്മാർക്ക് ഇവിടെ പൗരത്വം കൊടുത്തുകൊണ്ട് ഇനി ബാക്കിയുള്ള 7%എങ്കിലും സംരക്ഷിക്കാം എന്ന ആ ഒരു സതുദ്ദേശത്തോടു കൂടി വന്ന ഈ നമ്മുടെ ഭാരതത്തിനെതിരെ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും മറ്റും ഞാൻ മതേതരനാണ്, മുസ്ലിങ്ങൾക്ക് മാത്രം എന്താ പൗരത്വം കൊടുക്കാത്തതെന്ന് പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് മറ്റൊരു കലാപം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ കൂടി നമ്മൾക്ക് പരാമർശിക്കാതെ പോകാനാവില്ലല്ലോ. എങ്ങനെയാണ് സാർ ഈ പൗരത്വ ഭേദഗതി അന്ന് കൊടുത്ത് അവരെ സ്വീകരിച്ച് നമ്മൾ നമ്മുടെ സഹോദരരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിലും ആ 33% എത്രയോ ആളുകൾ ഇന്നിവിടെ ഉണ്ടാവുമായിരുന്നില്ലേ? നമ്മുടെ സഹോദരർ കൊല്ലപ്പെടുമായിരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. അതായത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുകയും ആ നിയമം അനുസരിച്ചുള്ള കുടിയേറ്റത്തിന് അനുമതി കൊടുക്കുകയും ചെയ്തില്ല എങ്കിൽ ഭാരതത്തിന് പുറത്തുള്ള ഹിന്ദു ജനസംഖ്യ കൊല്ലപ്പെടും, തുടച്ചു നീക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യം ഇന്ത്യ. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യം നേപ്പാൾ. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യം ബംഗ്ലാദേശാണ്. അപ്പൊ ലോകത്തെ മൂന്നാമത്തെ ഹിന്ദു ജനസംഖ്യ ബംഗ്ലാദേശിന്റെ ഉള്ളിലാണ്. ആ ഹിന്ദു ജനസംഖ്യയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ കലാപം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ CAA നടപ്പിലാക്കി ഇവരെ ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം എത്രമാത്രം താമസിപ്പിക്കുന്നുവോ അത്രമാത്രം ബംഗ്ലാദേശ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ ഹിന്ദു ജനസംഖ്യയെ ഇവരില്ലായ്മ ചെയ്യും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്നാൽ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കി എന്ന് കരുതി ഉടൻ തന്നെ ഈ കോടിക്കണക്കിനായിട്ടുള്ള വിദേശ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരണമെന്നില്ല. കാരണം അവർക്ക് അവിടെ കടയുണ്ട്, വീടുണ്ട്, ഭൂമിയുണ്ട്, സ്വത്തുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആദ്യം മുതൽ തുടങ്ങാനും പറ്റില്ല. പക്ഷേ സഹിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വരാവുന്ന വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് CAA. ആ CAA എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി കൊടുത്താൽ അവിടുന്ന് വരുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഭാരതത്തിലേക്ക് വരും. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാൻ വേണമെന്ന് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട് മുസ്ലിങ്ങളുടെ പേരിൽ ഭാരതത്തെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയപ്പോൾ 50% മുസ്ലിങ്ങളെ അങ്ങോട്ട് പോയുള്ളൂ. ബാക്കി 50% ഇവിടെ നിൽക്കുക ചെയ്ത്. മുസ്ലിം ലീഗും ഇവിടെ നിൽക്കുക ചെയ്ത്. നമ്മുടെ കേരളത്തെ മുസ്ലിം ലീഗ് ഭരണത്തിലും കൂടിയുണ്ട്. അപ്പോ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പോയില്ല? അപ്പൊ പറയുന്നു ഞങ്ങൾ പേര് മാറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാക്കി. എന്തിനാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആക്കിയത്? അവർ മുദ്രാവാക്യം വിളിക്കുമ്പം ആ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. പിടിച്ചു വാങ്ങി അല്ലെ, ചിരിച്ചു നേടി പാകിസ്ഥാൻ, പിടിച്ചു വാങ്ങും ഹിന്ദുസ്ഥാൻ. അതിനുവേണ്ടി 50% ഇവിടെ റിസർവ് ഇവിടെ നിർത്തിയിരിക്കുക ലീഗിനെ. ആ ലീഗിനെയാണ് കോൺഗ്രസ് സഖ്യകക്ഷിയാക്കി ഇന്ത്യ മുന്നണിയുടെ മുന്നണിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഈ ഭാരതത്തിലേക്ക് വന്ന് നിലയുറപ്പിക്കാൻ അല്ലെങ്കിൽ അഭയം തേടാൻ വരുന്ന മുഴുവൻ ഹിന്ദുക്കളെയും ഭാരതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അവരുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഇവർക്ക് സ്വന്തം. ഇവരുണ്ടാക്കിയ കെട്ടിടം പൊളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അവരവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ട്രേഡ് മാർക്കോ മറ്റു കാര്യങ്ങളോ കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ അവരുടെ കൃഷിഭൂമി അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ സ്ഥാവര വസ്തുക്കൾ ഒന്നും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങനെയുള്ളത് കൊണ്ട് അത് മുഴുവൻ അവർക്ക് കിട്ടും. അപ്പോൾ അവരെ കൊല്ലുക, ഭീഷണിപ്പെടുത്തുക, ഓടിക്കുക, മതം മാറ്റാനാണെങ്കിൽ മതം മാറ്റുക. അങ്ങനെ വരുമ്പോൾ ഈ സ്വത്ത് മുഴുവൻ അവിടുത്തെ ജനങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഒരു ഹാപ്പി ഇൻഡെക്സിന്റെ സർവേ നടത്തുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ ഹാപ്പിനെസ് ഭയങ്കര കൂടുതലായിരിക്കും. ലോകത്തെ നമ്പർ 1 ഹാപ്പിനെസ് ബംഗ്ലാദേശ് ആയിരിക്കും. എന്താണെന്നറിയാമോ? ഹിന്ദുക്കളുടെ വീട് മുഴുവൻ കൊള്ളയടിക്കുക, ഭയങ്കര ഹാപ്പി. ഹിന്ദുക്കളുടെ കട മുഴുവൻ കൊള്ളയടിക്കുക, ഹാപ്പിനെസ് പിന്നെയും കൂടി. ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്യുക, പിന്നെ ഹാപ്പിനെസിന്റെ കാര്യമായിട്ട് പറയാനും ഇല്ല. അങ്ങനെ ഇപ്പം ബംഗ്ലാദേശ് ഹാപ്പിനെസ്സിൽ എങ്ങനെ നമ്പർ 1 ആയിട്ട് നിൽക്കുക. ഇപ്പൊ വേണം സർവേ നടത്താൻ. അപ്പോ ഈ തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് അവിടെയുണ്ട്. ഈ കലാപം നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പറയാം, അയ്യോ കലാപമല്ലേ, അവിടെ ഗവൺമെന്റ് ഇല്ലല്ലോ, താൽക്കാലിക സംവിധാനമല്ലേ. എന്തിനാ ഈ താൽക്കാലിക സംവിധാനം വെച്ചിരിക്കണമെന്ന് അറിയാമോ? ഈ കോടതി അവധിയുള്ളപ്പോ കെട്ടിടം പൊളിക്കാന്ന് പറഞ്ഞ പരിപാടി നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ സർക്കാർ ഇല്ലാത്തപ്പോ ഹിന്ദുക്കളെ കൊല്ലുക, സർക്കാർ ഇല്ലാത്തപ്പോ ഹിന്ദുക്കളെ കൊള്ളയടിക്കുക. എന്നിട്ട് അവസാനം സർക്കാർ വരുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള 7% എന്ന് പറയുന്നത് 1% ആയിട്ടുണ്ടാവും. ഇതായിരുന്നല്ലോ പാകിസ്ഥാനിൽ നടന്നത്. പാകിസ്ഥാനുമായിട്ട് 2 യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോ 25% ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ 1%. ഇത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്.
എന്നാൽ അവിടെയുള്ള ഹിന്ദുവിന്റെ കാര്യത്തിൽ മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യാന്തര നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഭാരതത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ എല്ലാവരും ഒക്കെ വികാരജീവികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ബംഗ്ലാദേശിനെ കയറി യുദ്ധം ചെയ്യണം, പിടിച്ചെടുക്കണം, അടിച്ചു നിരപ്പാക്കണം, പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. നയതന്ത്രപരമായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ അതേ അളവിൽ തന്നെയുള്ള നീക്കങ്ങൾ ഭാരതം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.